നമുക്കറിയാം, ഈ ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ 6ാമത്തെ മാസമാവുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പല കാര്യങ്ങളും മന്ദഗതിയിലാണ് പോകുന്നത്. പുനരധിവാസ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിലെത്തി നിൽക്കുകയാണ്. മാത്രമല്ല, ഏറ്റവും അവസാനമായി 1000 സ്ക്വയർ ഫീറ്റ് വീടിന് 30 ലക്ഷം രൂപ എന്ന സർക്കാർ തീരുമാനിച്ചതോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുക. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തന്നെ പലരും ഈ 30 ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് 1000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ, സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ 20 ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ 30 ലക്ഷം രൂപ വീട് എന്നുള്ളതൊരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികൾ പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ 6ാം മാസമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഒരു ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകുന്നില്ല. തന്നെത്താൻ കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ആളുകൾ, ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ പോലും ചികിത്സയ്ക്ക് പോകുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുമുള്ളത്. അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നാം കാണേണ്ടത്, നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് 61 ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു. അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇവിടെ ആ യോഗത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒറ്റ വീട് എന്ന നിലക്ക് നിർമ്മിക്കുമ്പോഴുള്ള ഒരു ഭാഗമാണ്. അന്ന് തന്നെ ആ യോഗത്തിൽ ഞാൻ വ്യക്തമാക്കിയതാണത്. അതേ തുക തന്നെ ഇതിനു വേണ്ടി വരില്ല എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു വീടല്ല, കുറേ വീടുകൾ ഒന്നിച്ച് നിർമ്മിക്കുകയാണ്. അതിനാവശ്യമായ ഒരുപാട് സാമഗ്രികൾ ഒന്നിച്ച് വാങ്ങുകയാണ്. അതുമാത്രമല്ല, കുറേ ഭാഗം അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്ത് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങേപോലെ തന്നെ അത് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ അതിൻ്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ എം സച്ചിൻ ദേവ്. ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസം ഉറപ്പാക്കേണ്ടവരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി തയ്യാറാക്കി അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. യെസ്, ഔദ്യോഗികമായ പേര് തയ്യാറാക്കിയിട്ടുണ്ടോ പുനരധിവാസത്തിന്റെ വീടുകൾ? സർ, ആദ്യ കരട് പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അത് ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ്. ശ്രീ പി ടി റഹീം. സർ, അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിലെ എല്ലാ എംപിമാരുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വീതം നൽകാനുള്ള സാധ്യതയുണ്ടോ? അതിന് വ്യവസ്ഥയുണ്ടോ? എംപിമാരുടെ ഫണ്ടിൽ നിന്ന് വീണ്ടെടുക്കാൻ സർ, അങ്ങ് കുറച്ച് കളഞ്ഞു. ബഹുമാനപ്പെട്ട അംഗം അത് കുറച്ച് കളഞ്ഞു. 25 ലക്ഷം 25 ലക്ഷം അല്ല, 1 കോടി വരെ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എംപിമാരുടെ ഫണ്ട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 1 കോടി രൂപ വരെ കൊടുക്കാൻ കഴിയും. എല്ലാ എംപിമാർക്കും, ഈ രാജ്യത്തുള്ള എല്ലാ എംപിമാർക്കും ഞാൻ നേരിട്ട് കത്തയച്ചിട്ടുണ്ട്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. പെട്ടെന്ന് തീരുമാനം എടുത്തു ക്യാബിനറ്റ് സർ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ 2 കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒന്ന് സർ, ഈ ലാൻഡ് റിഫോംസ് ആക്ട് അനുസരിച്ച് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ലിറ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ എസ്റ്റേറ്റ് ഉടമ ഇല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആവും. അവരിപ്പോൾ ഇത് ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി പോകും. അത് പോവില്ല എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? ഒന്നതാണ് സാർ, അല്ലെങ്കിൽ കാലതാമസം ഇനിയും വരും. അതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സാർ, ഈ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾക്കൊക്കെ പാർട്ടികളിലൊക്കെ അല്ലെങ്കിൽ വോളണ്ടിയർ ഓർഗനൈസേഷൻ അവരെ യോഗത്തിലൊക്കെ
ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ചാണെങ്കിൽ ഉള്ള കോസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇതുവരെ ചർച്ച എത്ര എന്നുള്ളത് ശരിക്കും ഒരു കണക്ക് 6 മാസമായിട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതാ സാർ, അതുകൊണ്ട് ഇതിൽ വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഈ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. സർ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു മഹാദുരന്തമാണ് സംഭവിച്ചത്. സ്വാഭാവികമായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലൊക്കെ ഇതിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു എസ്റ്റേറ്റ് അവർക്ക് സ്വാഭാവികമായി നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടാവും. എന്നാലും ഇതുപോലൊരു കാര്യത്തിന് ആ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന നിലപാട് തന്നെയാണ് അവർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായതിൻ്റെ മേലെ കോടതിയിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ദൂരീകരിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ഈ പറഞ്ഞ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ, അതാണ് അവർക്കുണ്ടായ ഒരു ആശങ്ക. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കൽ എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇതേവരെ നടത്തിയിട്ടില്ല. ഇതൊരു പ്രത്യേക കേസായി വന്ന കാര്യം മാത്രമാണല്ലോ. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇനിയും ഭൂമി ഏറ്റെടുത്ത് കളിയോ എന്നാണ് അവർക്കുണ്ടാകുന്ന ഒരു ശങ്ക എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കാര്യമല്ലല്ലോ വരും. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ആ ആശങ്ക അതേപോലെ നമുക്ക് കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉണ്ടാവും. അതുപോലുള്ള ചില ആശങ്കകളാണ് അവർക്കുള്ളത്. അതൊന്നും അടിസ്ഥാനപരമായി നമ്മളെ ഭൂമി ഏറ്റെടുക്കലിനെ തടസ്സപ്പെടുത്തുന്ന നിലയില്ല. ഭൂമി ഏറ്റെടുക്കരുതെന്ന് അവർക്കും അഭിപ്രായമില്ല. അതുകൊണ്ട് അത് നമുക്ക് പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ ആ ഇത് ഒരു വീട് നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന കോസ്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അത് വേഗം തന്നെ നമുക്ക് തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയും.